Okay, today's class we are going to discuss about the ionic conductivities. Ionic conductivities last class we degree of dissociation endaanennokku padichu. Okay, now degree of dissociation nu parnja it is the ratio of conductance offered by the electrolyte solution having a particular concentration C to the conductance at infinite dilution. Adananu nammal degree of dissociation that is represented by alpha. അതുപോലെ നമ്മൾ വേരിയേഷൻ ഓഫ് ഡിഗ്രി ഇലക്ട്രോലൈറ്റ് കണ്ടക്ടൻസും ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തായിരുന്നു. ഓക്കെ, സോറി. അപ്പോൾ നമ്മൾ ഇന്ന് what is ionic conductivity? Ionic conductivity എന്ന് പറയുമ്പോൾ നമ്മൾ at infinite dilutions we can see that the ions will completely dissociate. Ions എന്ന് പറയുന്ന complete dissociation നടക്കുകയും each ion എന്ന് പറയുന്നത് it will be free from all the inter-ionic attraction. എല്ലാ inter-ionic attractionനും disappear ആവുകയും they will move towards, നമ്മളിപ്പോൾ potential apply ആണെങ്കിൽ it will move towards the respective electrodes. So they will carry the ions, നമുക്കറിയാം it is having charges, so charge carry ചെയ്യും so that there will be a current flow. അപ്പോൾ ionsന്റെ അപ്പം നമ്മൾ infinite dilutionൽ we found that the ions are free to migrate. അപ്പോൾ ions free ആയിട്ട് migrate ചെയ്യും, they will contribute to a conductanceലേക്ക് they will have contribution independent of the co-ion with which it is attached. അപ്പോൾ ഏത് അയോൺ ആയിട്ടാണോ അത് ഇൻട്രാക്ട് ചെയ്തിരിക്കുന്നത് അതുമായിട്ട് യാതൊരു റിലേഷനും ഇല്ലാതെ ഈച്ച് അയോൺ ദാറ്റ് ഈസ് ആനയോൺ ആവാം കാറ്റയോൺ ആവാം they have their own contribution towards the conductance. അതിനെയാണ് നമ്മൾ അയോണിക് കണ്ടക്ടൻസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ KCl-ന്റെയും NaCl-ന്റെയും എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് KCl is having conductance of 130 ohm per ohm centimeter square, and sodium chloride is having a conductance of 108.9 ohm raised to minus 1 centimeter square. അപ്പോൾ അത് രണ്ടെണ്ണത്തിൻ്റെയും ഡിഫറൻസ് എന്ന് പറയുന്നത് 21.1 ആണ്. അതുപോലെ പൊട്ടാസ്യം നൈട്രേറ്റും സോഡിയം ക്ലോറൈഡും ഇവിടെ എക്സാമ്പിൾ തന്നിട്ടുണ്ട്. they are having the conductance of 126.3 and sodium chloride എന്ന് പറയുന്നത് 105.2. അപ്പോൾ ഈ രണ്ടെണ്ണത്തിന്റെ ഇവിടെ വ്യത്യാസം വന്നിട്ടുള്ളത് പൊട്ടാസ്യം ക്ലോറൈഡിന്റെ സോഡിയം ക്ലോറൈഡിന്റെ കണ്ടക്ടൻസ് ഡിഫറൻസ് ആണ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെയും 21.1 തന്നെയാണ്, ഇവിടെയും 21.1 തന്നെയാണ് ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ അതിൽ KCl-ന്റെയും K+-ന്റെയും Na+-ന്റെയും കണ്ടക്ടിവിറ്റി ഡിഫറൻസ് ആണ് ഇവിടെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ അയോൺസിന്റെ കണ്ടക്ടൻസ് വെച്ചിട്ടാണ് നമ്മൾ കോൾറാഷസ് ലോ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. കോൾറാഷസ് ലോ എന്ന് പറയുന്നത് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു, വീക്ക് ഇലക്ട്രോലൈറ്റ്സിന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടൻസ് നമുക്ക് ലാംഡ വേഴ്സസ് റൂട്ട്സ് പ്ലോട്ട് ചെയ്യുമ്പോഴത്തേക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. ബട്ട് വി ക്യാൻ കാൽക്കുലേറ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് കോൾറാഷസ് ലോ. അപ്പോൾ കോൾറാഷസ് ലോ സ്റ്റേറ്റ് ചെയ്യുന്നത് അറ്റ് ഇൻഫിനിറ്റ് ഡയലൂഷൻ വിത്ത് ദ ഡിസോസിയേഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ് ഇസ് കംപ്ലീറ്റ്, all the interionic effects will disappear. Each ion migrates independently of its co-ion and makes a definite contribution towards the molar conductance irrespective of the co-ion with which it is attached. This is the statement of a കോൾറാഷസ് ലോ. അപ്പോൾ ഇതിൽ പറയുന്ന വേറൊന്നുമില്ല, മൂന്നാല് പോയിന്റ്സ് ആണ് പറയുന്നത്. അതായത് ഇൻഫിനിറ്റ് ഡയലൂഷൻ ഉണ്ട്, dissociation of the electrolyte എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിരിക്കും, all the interionic attraction will disappear and each ion migrates independently of the co-ion. അപ്പോൾ നമ്മൾ ഏത് electrolyte ആണ് എടുക്കുന്നത് അതിലുള്ള ions they have the ability to migrate independently at infinite dilution and they have their own contribution towards the molar conductance irrespective of the co-ion with which it is attached. ഇപ്പോൾ NaCl ഉം KCl എടുക്കുകയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ NaCl നമ്മൾ എടുക്കുകയാണെങ്കിൽ Na+ഉം Cl- ആണ് അയോൺസ്. Na+ന് അതിൻ്റെതായിട്ടുള്ള കോൺട്രിബ്യൂഷൻ ഉണ്ട് ടുവേർഡ്സ് കണ്ടക്ടൻസ് ആൻഡ് C+ ഹാവ് ഇറ്റ്സ് ഓൺ കോൺട്രിബ്യൂഷൻ ടുവേർഡ്സ് കണ്ടക്ടൻസ്. ദിസ് ഈസ് എ സ്റ്റേറ്റ്മെന്റ് ഫോർ എ കോൾറാഷസ് ലോ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു ഇലക്ട്രോലൈറ്റ് AXBY എന്നൊരു ഇലക്ട്രോലൈറ്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ it will dissociate as AY+ and BX-. so AY+ ന്റെ നമ്മൾ ലാംഡ പ്ലസ് എന്നും BX- ലാംഡ മൈനസ് എന്നും റെപ്രസെന്റ് ചെയ്യാണ്. സോ നമുക്ക് മോളാർ കണ്ടക്ടൻസ് എന്ന് പറയുന്നത് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ലാംഡ m
is equal to നമ്മുടെ ബാലൻസ് വെച്ചിട്ട് നമ്മൾ എഴുതുകയാണെങ്കിൽ x of lambda plus y of lambda minus. Okay, so in the case of NaCl നമ്മൾ റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ lambda m0 is of NaCl എന്ന് പറയുന്നത് is equal to lambda m0 of Na plus lambda m0 of Cl minus. അതുപോലെ നമുക്ക് Al2SO4 2 മൈനസിന്റെ Al2SO4 thrice thriceന്റെ lambda m infinity നമ്മൾ എഴുതുകയാണെങ്കിൽ will be like this: lambda m0 of Al2SO4 thrice is equal to നമ്മൾ ബാലൻസിങ് കൂടെ ഇൻക്ലൂഡ് ചെയ്ത് വേണം എഴുതാൻ. So it becomes 2 lambda m0 of Al3 plus and plus 3 lambda m0 of SO4 2 minus. Okay, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതേണ്ടത്. അതിൻ്റെ ബാലൻസിങ് കൂടെ കൺസിഡർ ചെയ്ത് വേണം നമ്മൾ ചെയ്യാൻ. ഇപ്പോൾ 2 അലുമിനിയം ഉണ്ട്, 2 അലുമിനിയത്തിൻ്റെ ടു Al3+ൻ്റെ കോൺട്രിബ്യൂഷൻ ഉണ്ട്, അതുപോലെ 3 സൾഫേറ്റ് അയോൺസ് ഉണ്ട്. 3 സൾഫേറ്റ് അയോൺസിൻ്റെയും കോൺട്രിബ്യൂഷന് അതിൻ്റേതായിട്ടുള്ള കണ്ടക്റ്റൻസിലോട്ട് വരുന്നുണ്ട്. So this is the way of representing kohlraushes law. But next we are going to see what are the applications of kohlraushes law. Kohlraushes law and applications പറയുന്നത് ഫസ്റ്റ് വൺ ഇസ് കാൽക്കുലേഷൻ ഓഫ് എ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് വീക്ക് ഇലക്ട്രോലൈറ്റ്. അന്ന് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞായിരുന്നു അത് എങ്ങനെയെന്നുള്ള എക്സ്പ്ലനേഷൻ ആണ്. നിങ്ങൾ പ്ലസ് ടുവിനും പഠിച്ചിട്ടുണ്ടായിരിക്കും. സോ ഫസ്റ്റ് വൺ ഇസ് കാൽക്കുലേഷൻ ഓഫ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്റ്റൻസ് ഓഫ് വീക്ക് ഇലക്ട്രോലൈറ്റ്. വീക്ക് ഇലക്ട്രോലൈറ്റ് നമ്മൾ എക്സാമ്പിൾ അസറ്റിക് ആസിഡ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ സ്പ്ലിറ്റ് ആസ് CH3CO മൈനസ് പ്ലസ് H പ്ലസ്. CH3CO മൈനസ് പ്ലസ് H പ്ലസ്. അപ്പോൾ അസറ്റിക് ആസിഡിൻ്റെ നമ്മൾ മോളാർ കണ്ടക്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ വി വിൽ നോട്ട് ദ കണ്ടക്റ്റൻസ് ഓഫ് സം അതർ ഇലക്ട്രോലൈറ്റ്സ് ലൈക്ക് CH3CO Na നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. സോ ഇറ്റ് ഈസ് എ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്. അതിൻ്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്റ്റൻസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. HCl it is a strong electrolyte. We can calculate the molar conductance of HCl. അതുപോലെ NaCl സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണ്. ഇതിൻ്റെ മോളാർ കണ്ടക്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കാം, ലിമിറ്റിംഗ് മോളാർ കണ്ടക്റ്റൻസ്. അപ്പോൾ ഇൻഫിനിറ്റ് ഡയലൂഷൻ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സിൻ്റെ നമുക്ക് ഗ്രാഫിൽ നിന്ന് കിട്ടും. സോ ഇതിൻ്റെ സ്പ്ലിറ്റിംഗ് എന്ന് പറയുന്നത് CH3CO Na it will appears as CH3CO minus plus Na plus. അതുപോലെ HClൻ്റെ ആണെങ്കിൽ H plus plus Cl minus. അതുപോലെ NaClൻ്റെ എടുക്കുകയാണെങ്കിൽ Na plus plus Cl minus മോളാർ കണ്ടക്റ്റൻസ്. അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് രണ്ട് ഇക്വേഷൻ ആഡ് ചെയ്യുകയും മൂന്നാമത്തെ ഇക്വേഷനെ സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ഇപ്പോൾ കോമൺ ടേംസ് എല്ലാം ക്യാൻസൽ ആയി പോകും. അതായത് CH3CO മൈനസ് പ്ലസ് Na പ്ലസ് ഉണ്ട്. അപ്പം മൈനസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ തേർഡ് ഇക്വേഷനാണ് മൈനസ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ Na പ്ലസും ഈ Na പ്ലസും ക്യാൻസൽ ആയി പോകും. ഓക്കെ, അതുപോലെ Cl മൈനസ് ക്യാൻസൽ ആയി പോകും. അപ്പം റിമൈനിങ് നമുക്ക് കിട്ടുന്നത് CH3CO മൈനസും H പ്ലസും ആണ്. ദാറ്റ് ഈസ് ദ മോളാർ കണ്ടക്റ്റൻസ് ഓഫ് അസറ്റിക് ആസിഡ്. സോ നമ്മൾ മോളാർ കണ്ടക്റ്റൻസ് അറ്റ് ഇൻഫിനിറ്റ് ഡയലൂഷൻ ഓഫ് സോഡിയം അസറ്റേറ്റിൻ്റെയും HClൻ്റെയും NaClൻ്റെയും ഫസ്റ്റ് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ സോഡിയം അസറ്റേറ്റിൻ്റെയും HClൻ്റെയും ആഡ് ചെയ്ത് NaCl അതിന് സബ്ട്രാക്ട് ചെയ്യുകയാണെങ്കിൽ വി വിൽ ഗെറ്റ് ദ മോളാർ കണ്ടക്റ്റൻസ് ഓഫ് അസറ്റിക് ആസിഡ്. ദിസ് ഈസ് ദ വേ വി വിൽ ഗെറ്റ് ദ ലിമിറ്റിംഗ് മോളാർ കണ്ടക്റ്റൻസ് ഓഫ് വീക്ക് ഇലക്ട്രോലൈറ്റ്. ഇതുപോലെ നിങ്ങൾക്ക് വേറൊരു എക്സാമ്പിൾ നിങ്ങൾ തനിയെ ചെയ്ത് നോക്കുക. അമോണിയം ഹൈഡ്രോക്സൈഡ് കാൽക്കുലേറ്റ് ദ മോളാർ കണ്ടക്റ്റൻസ് ഓഫ് അമോണിയം ഹൈഡ്രോക്സൈഡ് നിങ്ങളുടെ നോട്ടിൽ ചെയ്തു കൊണ്ടുവരിക. അപ്പം അമോണിയം ഹൈഡ്രോക്സൈഡിന് നമുക്ക് വേണ്ടത് അമോണിയം ഹൈഡ്രോക്സൈഡ് വീക്ക് ഇലക്ട്രോലൈറ്റ് ആണ്. അപ്പോൾ അമോണിയം ഹൈഡ്രോക്സൈഡ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ് ആണ് അമോണിയം ക്ലോറൈഡ്, സോഡിയം ഹൈഡ്രോക്സൈഡ്, അതുപോലെ സോഡിയം ക്ലോറൈഡ്. അപ്പം ഇതിൻ്റെ സ്പ്ലിറ്റിംഗ് നിങ്ങൾ അതിൻ്റെ ഹൗ ഇറ്റ് ഈസ് ഡിസോസിയേറ്റ് എന്നുള്ളത് നിങ്ങൾ ഫസ്റ്റ് ചെയ്യുക. അമോണിയം ക്ലോറൈഡ് എഴുതുക, അതുപോലെ സോഡിയം ഹൈഡ്രോക്സൈഡ് എഴുതുക, അതുപോലെ NaCl എഴുതുക. ഏതൊക്കെ തമ്മിൽ ക്യാൻസൽ ചെയ്ത് പോകുന്നുള്ളത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോട്ടിൽ കൊണ്ടുവന്ന് സബ്മിറ്റ് ചെയ്യുക. അടുത്ത സെക്കൻഡ് ആപ്ലിക്കേഷൻ ഓഫ് കോൾറാഷസ് ലോ ഇസ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഓഫ് വീക്ക് ഇലക്ട്രോലൈറ്റ്. അപ്പോൾ നമ്മൾ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഓഫ് വീക്ക് ഇലക്ട്രോലൈറ്റ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. That is, it is a ratio of a molar conductance of a particular concentration to the molar concentration at a
ഇൻഫിനിറ്റ് ഡയലൂഷൻ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വീക്ക് ഇലക്ട്രോലൈറ്റ്സിൻ്റെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ നമ്മൾ കോൾറാഷസ് ലോ വെച്ചിട്ടാണ് മോളാർ കണ്ടക്റ്റൻസ് അറ്റ് എ പർട്ടിക്കുലർ കോൺസെൻട്രേഷനും ലിമിറ്റിംഗ് മോളാർ കണ്ടക്റ്റൻസും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പർട്ടിക്കുലർ കോൺസെൻട്രേഷൻ നമുക്ക് മെഷർ ചെയ്യാം. കണ്ടക്ടിവിറ്റി സെല്ല് വെച്ചിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും ഒരു പർട്ടിക്കുലർ കോൺസെൻട്രേഷൻ തന്നാൽ. എന്നാൽ ലിമിറ്റിംഗ് മോളാർ കണ്ടക്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ദാറ്റ് ഈസ് ലാംഡ M0 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ വി നീഡ് application of kohlraches law. അപ്പോൾ kohlraches law അപ്ലൈ ചെയ്തിട്ട് വേണം ഫോർ എക്സാമ്പിൾ അമോണിയം ഹൈഡ്രോക്സൈഡിൻ്റെ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ കോൺസെൻട്രേഷൻ അമോണിയം ഹൈഡ്രോക്സൈഡ് എടുത്ത് അതിൻ്റെ കണ്ടക്ടിവിറ്റി മെഷർ ചെയ്യും. സോ വി വിൽ ഗെറ്റ് ദ ലാംഡ C. ദെൻ ലിമിറ്റിംഗ് മോളാർ കണ്ടക്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ വി ഹാവ് ടു നോ ദ കണ്ടക്റ്റൻസ് ഓഫ് ഏതൊക്കെ നമുക്ക് നോക്കണം. അമോണിയം ക്ലോറൈഡിൻ്റെതും സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെതും സോഡിയം ക്ലോറൈഡിൻ്റെതും നമ്മൾ മെഷർ ചെയ്താൽ വി ക്യാൻ കാൽക്കുലേറ്റ് ദ ലിമിറ്റിംഗ് മോളാർ കണ്ടക്റ്റൻസ് ഓഫ് അമോണിയം ഹൈഡ്രോക്സൈഡ്. So, അത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ we can calculate the degree of dissociation of weak electrolyte. So, this is the second application of kohlraches law. അടുത്ത third application എന്ന് പറഞ്ഞാൽ determination of solubility and solubility product. How can we calculate the solubility of a sparingly soluble salt? Sparingly soluble saltന്റെ എക്സാമ്പിൾ ആണ് സിൽവർ ക്ലോറൈഡ്. സിൽവർ ക്ലോറൈഡ് അതുപോലെ ബേരിയം സൾഫേറ്റ്, ലെഡ് സൾഫേറ്റ്. അപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ഇവിടുത്തെ കേസ് നമ്മൾ സിൽവർ ക്ലോറൈഡിന്റെ സൊലബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാണ്. സിൽവർ ക്ലോറൈഡിന്റെ സൊലബിലിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വി പ്രിപ്പയർ ദ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഓഫ് സിൽവർ ക്ലോറൈഡ് ആൻഡ് കൂൾ ടു 25 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കണ്ടക്ടിവിറ്റി സെൽ അതിൽ ഇമേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇൻസ്ട്രുമെന്റ് നമുക്ക് അതിന്റെ കണ്ടക്റ്റൻസ് കാണിക്കും. സോ വി വിൽ ഗെറ്റ് കണ്ടക്ടിവിറ്റി K എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടും. കണ്ടക്റ്റൻസ് G നമുക്ക് എവിടെ നമ്മുടെ സെല്ലിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്ട്രുമെന്റിൽ നിന്ന് G നമുക്ക് എന്ത് ചെയ്യാണ് G കാണിക്കും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് K കാൽക്കുലേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് ദ കണ്ടക്റ്റൻസ്. G is the conductance and K is the conductivity. G star എന്ന് പറയുന്നത് L/A ആണ്. That is a constant for a particular conductivity cell. അപ്പോൾ Kയും Gയും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. G star നമ്മുടെ സെല്ലിന്റെ സെൽ കോൺസ്റ്റന്റ് ആണ്. അതിൽ നിന്ന് നമുക്ക് ലാംഡ M കാൽക്കുലേറ്റ് ചെയ്യാം. ലാംഡ M മോളാർ കണ്ടക്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് K into 1000 divided by S. S എന്ന് പറയുന്ന സൊലബിലിറ്റി ആണ്, കോൺസെൻട്രേഷൻ. അപ്പോൾ എത്രയാണ് അതിൽ ഡിസോൾവ് ചെയ്തിട്ടുള്ളതെന്നാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ മോളാർ കണ്ടക്റ്റൻസിലും നോർമൽ ഈക്വലന്റ് കണ്ടക്റ്റൻസിലും എമ്മും എന്നും യൂസ് ചെയ്യും. ദാറ്റ് ഈസ് മോളാരിറ്റി ആൻഡ് എൻ എന്ന് പറയുന്ന നോർമാലിറ്റി ആണ്. ദാറ്റ് ഈസ് എ കോൺസെൻട്രേഷൻ ടേം. അപ്പോൾ ഇവിടെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എസ് ടേം ആണ്, എത്രത്തോളം അതിൽ ഡിസോൾവ് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ കേസ് എന്ന് പറയുന്നത് സ്പെയറിംഗിലി സോലുബിൾ സാൾട്ട് ആകുമ്പോഴത്തേക്ക് അതിന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് വളരെ മൈന്യൂട്ടാണ്. സോ നമ്മൾ മോളാർ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ കണ്ടക്റ്റൻസ് ഈ മെഷർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ലിമിറ്റിംഗ് മോളാർ കണ്ടക്റ്റൻസ്. സോ വി ക്യാൻ റെപ്രസെന്റ് ലാംഡ M ആസ് എ ലാംഡ M0 ഓഫ് സിൽവർ ക്ലോറൈഡ്. ഓക്കെ, അപ്പം നമുക്ക് ഈ ലാംഡ M is equal to K into 1000 by S നെ നമുക്ക് ലാംഡ M0 ഓഫ് സിൽവർ ക്ലോറൈഡ് is equal to K into 1000 by S ഈ ഇക്വേഷൻ ആയിട്ട് നമുക്ക് എഴുതാം. നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് S ന്റെ വാല്യൂ ആണ്. സോ നമുക്ക് അതിന് വേണ്ടിയിട്ട് റീഅറേഞ്ച് ചെയ്ത് എഴുതിയ ഇക്വേഷൻ ബിക്കം ലൈക്ക് ദിസ്. S is equal to K into 1000 by ലാംഡ M0 ഓഫ് സിൽവർ ക്ലോറൈഡ്. ലാംഡ M0 എന്ന് പറയുന്നത് നമുക്കറിയാം കോൾറാഷസ് ലോ ഓഫ് സിൽവർ ക്ലോറൈഡ് വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. കോൾറാഷസ് ലോ വെച്ചിട്ട് നമുക്ക് ഏതൊക്കെ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ് വെച്ചാൽ നമുക്ക് സിൽവർ ക്ലോറൈഡ് കിട്ടും. സിൽവർ നൈട്രേറ്റ് AgNO3 വെച്ചിട്ട് കിട്ടും. പിന്നെ KCl എടുക്കുക, പിന്നെ KNO3 അതിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദ മോളാർ കണ്ടക്റ്റൻസ് ഓഫ് AgCl. അങ്ങനെ കോൾറാഷസ് ലോ അപ്ലൈ ചെയ്താൽ വി വിൽ ഗെറ്റ് ലാംഡ M0 ഓഫ് AgCl. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വി വിൽ ഗെറ്റ് ദ സൊലബിലിറ്റി. സോ നമുക്ക് S കിട്ടിക്കഴിഞ്ഞാൽ വി ക്യാൻ കാൽക്കുലേറ്റ് ദ സൊലബിലിറ്റി യൂസിങ് ദിസ് ഇക്വേഷൻ. 143.5 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ മോളാർ മാസ് ഓഫ് എ സിൽവർ ക്ലോറൈഡ് ആണ്. സോ വി വിൽ ഗെറ്റ് ദ സൊലബിലിറ്റി ബൈ മൾട്ടിപ്ലൈയിങ് ദിസ് മോളാർ മാസ്. അങ്ങനെ നമുക്ക് സൊലബിലിറ്റി പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ KSP is equal to concentration of Ag plus into concentration of Cl minus. So this is equal to S square എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടും. So we will get the solubility product and solubility of a sparingly soluble salt. ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം.
ഇത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് സൊലബിലിറ്റി ഓഫ് സ്പെയറിംഗ്ലി സോലബിൾ സോൾട്ട് ആണ്. നമ്മളിവിടെ എക്സാമ്പിൾ ആയിട്ട് എടുക്കുന്നത് സിൽവർ ക്ലോറൈഡ് ആണ്. അപ്പോൾ സിൽവർ ക്ലോറൈഡിന്റെ ഒരു സാച്ചുറേറ്റഡ് സൊല്യൂഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ കണ്ടക്റ്റൻസ് നമ്മൾ കണ്ടക്ടിവിറ്റി സെല്ല് ഡിപ്പ് ചെയ്ത് ഇൻസ്ട്രുമെന്റ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദ ജി വാല്യൂ. ആ ജി വാല്യൂ വെച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കെ വാല്യൂ നമുക്ക് കിട്ടും. ദാറ്റ് ഇസ് എ സ്പെസിഫിക് കണ്ടക്റ്റൻസ്. ജി സ്റ്റാർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കോൺസ്റ്റന്റ് ഫോർ എ പർട്ടിക്കുലർ സെൽ. അതും കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കെ വാല്യൂ കിട്ടും. കെ കിട്ടിക്കഴിഞ്ഞാൽ വി ക്യാൻ കാൽക്കുലേറ്റ് ദ ലാംഡ എം. ലാംഡ എം എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ കെ ഇൻറ്റു 1000 ബൈ എസ് ആണ്. എസ് എന്ന് പറയുന്ന കോൺസെൻട്രേഷൻ ടേം. എസ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സിൻസ് സിൽവർ ക്ലോറൈഡിന്റെ സൊലബിലിറ്റി എന്ന് പറയുന്നത് it is very minute, we can take the lambda m as lambda m infinity, that is at limiting molar conductance at infinite dilution ആയിട്ട് നമുക്ക് എടുക്കാം. So lambda m0 is equal to k into 1000 by s എന്ന് നമുക്ക് rearrange ചെയ്ത് എഴുതുക. We need to calculate s value. So lambda m0 എന്ന് പറയുന്നത് നമുക്ക് കോൾറാഷസ് law വെച്ചിട്ട് നമുക്ക് കിട്ടും. അത് വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ s value കിട്ടും. സോ കോൺസെൻട്രേഷൻ ടേം കിട്ടിക്കഴിഞ്ഞാൽ സൊലബിലിറ്റി എന്ന് പറയുന്നത് അത് മോളിക്കുലർ മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് സൊലബിലിറ്റി. അതുപോലെ സൊലബിലിറ്റി പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ദ പ്രോഡക്റ്റ് ഓഫ് ആ കാറ്റയോൺ ആൻഡ് ആനയോൺ കോൺസെൻട്രേഷൻ ടേംസ്. അപ്പോൾ അത് നമ്മൾ എസ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് കെ എസ് പി ഇസ് ഈക്വൽ ടു എസ് സ്ക്വയർ എന്ന് പറഞ്ഞ് കിട്ടും. നെക്സ്റ്റ് വി ആർ കാൽക്കുലേറ്റിംഗ് ദ അയോണിക് പ്രോഡക്റ്റ് ഓഫ് വാട്ടർ. ദിസ് ഇസ് ദ ഫോർത്ത് ആപ്ലിക്കേഷൻ ഓഫ് കോൾറാഷസ് ലോ. ഹൗ ക്യാൻ വി കാൽക്കുലേറ്റ് ദ അയോണിക് പ്രോഡക്റ്റ് ഓഫ് വാട്ടർ? അപ്പോൾ അയോണിക് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് യൂഷ്വലി Kw is equal to concentration of H plus into concentration of OH minus ആണ്. This is the ionic product of water. നമുക്കറിയാം ionic conductance of lambda m H plus എന്ന് പറയുന്നത് this is standard value 349.8 ohm raised to minus 1 centimeter square. Next ionic product conductance of OH minus എന്ന് പറയുന്നത് it is also standard value നമുക്ക് കിട്ടും 198.5 യൂണിറ്റ് സെയിം തന്നെയാണ്. സോ ലാംഡ m0 ഓഫ് വാട്ടർ എന്ന് പറയുന്നത് ഈ രണ്ടെണ്ണത്തിന്റെയും സം ആണല്ലോ. So lambda m0 of water H2O is equal to ഇത് രണ്ടും കൂടെ സം ചെയ്ത് കഴിഞ്ഞാൽ we will get 548.3. അവിടെ കാണും. So K value molar conductivity of pure water K എന്ന് പറയുന്നത് it is 5.54 into 10 raised to minus 8 ആണ്. നമ്മൾ പ്യുവർ വാട്ടർ എടുത്ത് കണ്ടക്ടിവിറ്റി സെല്ല് ഡിപ്പ് ചെയ്ത് അതിൻ്റെ കണ്ടക്റ്റൻസ് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ വാല്യൂ കിട്ടും. എച്ച് പ്ലസിൻ്റെത് നമ്മൾ മെഷർ ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചറിലും സ്റ്റാൻഡേർഡ് കണ്ടീഷനിലും മെഷർ ചെയ്യുന്നതാണ് എച്ച് പ്ലസിൻ്റെയും ഒ എച്ച് മൈനസിൻ്റെയും. അത് പല ആസിഡ്സും എടുക്കാം, പല ബേസിസും എടുത്തിട്ട് സ്റ്റാൻഡേർഡൈസ് ചെയ്ത് വെച്ചിട്ടുള്ള വാല്യൂസ് ആണ്. സോ ലാംഡ m0 ഓഫ് വാട്ടർ എന്ന് പറയുന്നത് ഇത്രയാണ് നമുക്ക് കിട്ടേണ്ടത്. കെ എന്ന് പറയുന്നത് നമ്മൾ പ്യുവർ വാട്ടറിൻ്റെ കണ്ടക്ടിവിറ്റി മെഷർ ചെയ്യുന്നതാണ്. സോ ലാംഡ m0 ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു വി എന്ന് നമുക്കറിയാം, where V is the volume. So V is equal to lambda m0 divided by K. ഈ വാല്യൂസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ we will get 548.3 divided by 5.54 into 10 raised to minus 8 എന്ന് നമുക്ക് കിട്ടാം. ഓക്കെ, ഈ രണ്ട് വാല്യൂസും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയും. സോ വി വിൽ ഗെറ്റ് ലൈക്ക് ദിസ്. അപ്പം നമ്മൾ വോളിയം ഇവിടെ നമ്മൾ എടുത്ത വോളിയം വി ആണ്. സോ വി എന്ന് പറഞ്ഞ വോളിയത്തിൽ
we know it contains 1 mole of H plus and 1 mole of H plus and 1 mole of OH minus ആണ്. So 1 cm cube water എടുത്തു കഴിഞ്ഞാൽ it contains 5. That is 548.3 by 5 into 5.54 into 10 raised to minus 8 ആണ് നമുക്ക് ഇവിടെ കിട്ടിയ വോളിയം. അതിൽ ഉള്ള വാട്ടർ എന്ന് പറയുന്നത് 1 mole of H plus and 1 mole of OH minus ആണ്. ഇത്രയും cm ക്യൂബിൽ 1 mole of H plus and 1 mole of OH minus ആണുള്ളത്. So 1 cm cube contains 5.54 into 10 raised to minus 8 divided by 548.3 mole of H plus and OH minus ഉണ്ടാവും. ഇതിനെ നമ്മൾ dm ക്യൂബിലോട്ട് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ, that is 1 dm ക്യൂബിനോട്ട് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ we will again multiply it with 10 raised to 3. So we will get 1.01 into 10 raised to minus 10 into 10 raised to 3. So we will get the answer 1.01 into 10 raised to minus 7. This much moles. So H plus ഇത്രയും and OH minus ഇത്രയുണ്ട്. ഇത്രയും moles നമുക്ക് കയ്യിലുണ്ട്. So 1.01 into 10 raised to minus 7. അപ്പോൾ KW എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ പ്രോഡക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് H plus and OH minus. അപ്പോൾ ഇത് രണ്ടും കൂടെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ we will get 1.02 into 10 raised to minus 14. This is the ionic product of water. And this is the last application of kohlraushes law. ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞുതരാം ഞാൻ. അപ്പോൾ ലാസ്റ്റ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ കാൽക്കുലേഷൻ ഓഫ് അയണിക് പ്രോഡക്റ്റ് ഓഫ് വാട്ടർ. അയണിക് പ്രോഡക്റ്റ് ഓഫ് വാട്ടർ നമുക്കറിയാം KW is equal to കോൺസെൻട്രേഷൻ ഓഫ് H plus into കോൺസെൻട്രേഷൻ ഓഫ് OH minus ആണ്. നമ്മൾ പല ആസിഡ്സും ബേസസും ഒക്കെ വെച്ചിട്ട് H പ്ലസിൻ്റെയും OH മൈനസിൻ്റെയും മോളാർ കണ്ടക്റ്റൻസ് എന്ന് പറയുന്നത് ഇത്രയുമായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ we are expecting the molar conductance of water to be like this 548.3. ഒരു പ്യുവർ വാട്ടറിൻ്റെ കണ്ടക്റ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് കണ്ടക്ടിവിറ്റി സെല്ല് പ്യുവർ വാട്ടറിൽ ഡിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ we will get the conductance like this 5.54 into 10 raised to minus 8 എന്ന് നമുക്ക് കിട്ടും. അപ്പം നമ്മുടെ കയ്യിലുള്ളത് ലാംഡ എം വാല്യൂവും കെയുമാണ്. വി നോ ദ ലാംഡ എം ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു വി ആണ്. അപ്പോൾ വി നമുക്ക് അറിയില്ല. വി ഇസ് ഈക്വൽ ടു ലാംഡ എം ഡിവൈഡ് ബൈ കെ. സോ നമ്മുടെ കയ്യിലുള്ള വോളിയം എന്ന് പറയുന്നത് 548.3 divided by 5.54 into 10 raised to minus 8 cm cube ആണ്. ഇത്രയും cm cube വോളിയം നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള വോളിയത്തിൽ this amount of water contains 1 mole of H plus and 1 mole of OH minus ആണ്. 1 mole of H plus 1 mole of OH minus ions ഉണ്ട്. സോ ഇത്രയും cm ക്യൂബിൽ 1 mole ഉണ്ടെങ്കിൽ ഇത്രയും cm ക്യൂബിലുള്ളതാണ് 1 mole of H plus and 1 mole of OH minus. സോ 1 cm ക്യൂബ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ റിവേഴ്സ് ഇതിനെ ഡിവൈഡ് ചെയ്യുക. ഈ സംഖ്യ കൊണ്ട് നമ്മൾ 1 ഡിവൈഡഡ് ബൈ 548.3 ഡിവൈഡ് ബൈ 5.54. സോ നമുക്ക് അങ്ങ് 1 ബൈ ഈ സംഖ്യ എഴുതി കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ഡിനോമിനേറ്റർ ന്യൂമറേറ്ററിലും പോവും, ന്യൂമറേറ്ററിലുള്ളത് ഡിനോമിനേറ്ററിലോട്ടും വരും. സോ 1 cm ക്യൂബ് കണ്ടെയ്ൻ ദിസ് എമൗണ്ട് ഓഫ് H plus and OH minus ions. ആ വാല്യൂ എന്ന് പറയുന്നത് 1.01 into 10 raised to minus 10 ആണ്. ഇപ്പോൾ നമ്മൾ എഴുതിയ 5.54 into 10 raised to minus 8 divided by 548.3 എന്ന് പറയുന്നതിൻ്റെ വാല്യൂ 1.01 into 10 raised to minus 10 ആണ്. സോ 1 dm ക്യൂബിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 10 ക്യൂബ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ വി വിൽ ഗെറ്റ് ദ ടേം 1.01 into 10 raised to minus 7. So this is a concentration of H plus concentration of OH minus ആണ് നമുക്ക് ഈ കിട്ടിയിട്ടുള്ളത്. സോ ഈ
terms നമ്മൾ KW ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ we will get the KW value as 1.02 into 10 raised to minus 14. അപ്പോൾ നമുക്കറിയാം അയണിക് പ്രോഡക്റ്റ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് 1 into 10 raised to minus 14 എന്നുള്ള വാല്യൂസ് ആണ്. അത് എങ്ങനെയാണ് കിട്ടിയെന്നുള്ളത് നമ്മൾ കണ്ടക്ടിവിറ്റി മെഷർമെൻറ്റ് വഴി പ്രൂവ് ചെയ്തതാണിത്. നിങ്ങൾ ഇത് പഠിച്ച് അത്ര ഇമ്പോർട്ടൻ്റ് എന്ന് പറയാൻ പറ്റില്ല, കാരണം ആപ്ലിക്കേഷൻസ് ഓഫ് കോൾറാഷസ് ലോ പറയുകയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അയണിക് പ്രോഡക്റ്റ് ഓഫ് വാട്ടർ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് മാത്രം പറഞ്ഞാൽ മതി, ഈ വാല്യൂം എഴുതി വയ്ക്കാം. ബട്ട് നിങ്ങൾക്ക് ഷോർട്ട് ക്വസ്റ്റ്യൻ ഹൗ ക്യാൻ വി ഡിറ്റർമിൻ ദ അയണിക് പ്രോഡക്റ്റ് ഓഫ് വാട്ടർ യൂസിങ് ബൈ മെഷറിംഗ് ദ കണ്ടക്റ്റൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു ഹാവ് ടു എക്സ്പ്ലെയിൻ ഓൾ ദിസ്. അതുകൊണ്ട് നമുക്ക് ഒഴിവാക്കാനും പറ്റില്ല, നമുക്ക് പഠിക്കണമെന്ന് നിർബന്ധമായിട്ടും പറയാനും പറ്റില്ല, അത് ഒഴിവാക്കാനും പറ്റില്ല. സോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതി നോക്കുക, ഇത് എളുപ്പമാണ്. ആ വാല്യൂസ് ബൈ ഹാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കൺസെപ്റ്റ് വളരെ ഈസിയാണ്. നമുക്ക് സ്റ്റാൻഡേർഡ് വാല്യൂസ് അറിയാം, രണ്ടെണ്ണത്തിൻ്റെയും H+ൻ്റെയും OH- അയൺസിൻ്റെയും അതുപോലെ കണ്ടക്ടിവിറ്റി ഓഫ് വാട്ടറിൻ്റെയും അറിയാം. അത് വെച്ചിട്ട് നമ്മുടെ കയ്യിലുള്ള വോളിയം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ആ വോളിയത്തിനകത്ത് സ്റ്റാൻഡേർഡ് കണ്ടീഷൻ നമുക്കറിയാം 1 mole ഓഫ് H+ഉം OH- ഉണ്ട്. സോ നമുക്ക് കിട്ടിയ വോളിയത്തിനകത്ത് എത്ര മോൾസ് ഓഫ് H+ഉം OH- അയൺസും കണ്ടുപിടിക്കുക. സോ ആ കോൺസെൻട്രേഷൻ കൊണ്ട് ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ KW വാല്യൂ കിട്ടും. ദാറ്റ് ഈസ് ദ വേ വി ആർ കാൽക്കുലേറ്റിംഗ് ദ മോളാർ കണ്ടക്റ്റൻസ് അയണിക് പ്രോഡക്റ്റ് ഓഫ് വാട്ടർ. These are the applications of kohlraushes law. First one is the calculating the limiting molar conductance of a weak electrolyte. Second one is the degree of dissociation calculate cheyannulladu. Third one is the determination of solubility, and fourth one is the determination of final product of water. In all applications ആണ് kohlraushes law ൽ പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ് kohlraushes law. അതുപോലെ അതിൻ്റെ ആപ്ലിക്കേഷൻ ചേർത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ എസ്സേക്ക് ചോദിക്കാം. സോ പഠിച്ചു വയ്ക്കാം. ഓക്കെ, താങ്ക് യു.